ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മെറ്റീരിയൽ അല്ല, സാരിയാണ്. അതായത് കസ്റ്റമർ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയതിന് ശേഷം ഇതുപോലെ ലേസൊക്കെ കൊടുത്തിട്ട് സാരി ആയിട്ടാണ് ഇത്രയും നാളും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഇളക്കിപ്പണി ഉണ്ടല്ലോ നമുക്ക്. ആദ്യം തന്നെ ഈ ലേസ് മൊത്തം ഇതുപോലെ വലിച്ചിളക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടും ലേസും മെറ്റീരിയലും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നേക്കില്ലേ. ലൈക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് കൂടുതലും എത്തുന്നതെന്ന് ഞാൻ ഈ ഒരു ഇടകൊണ്ടാണ് അറിഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ലൈനിങ് ആണ് ആദ്യം തന്നെ എടുക്കുന്നത് കേട്ടോ. മെയിൻ മെറ്റീരിയൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ലൈനിങ് നമുക്ക് എത്രയാണോ നീളം വേണ്ടത്, മെയിൻ നീളം വേണ്ടത്, അതിലും ഒരു 2 ഇഞ്ചെങ്കിലും കുറച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ഇച്ചിരി നിഴലടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റ് ടോപ്പിൻ്റെ അതേ ലെങ്തിൽ തന്നെ നിൽക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുക. ഞാൻ എന്തായാലും കുറച്ച് ഒരു 2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇറക്കമൊക്കെ നിങ്ങളുടെ അളവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇറക്കം എടുത്ത് പറയാത്തത്. എന്നിട്ട് ഇത് എക്സ്ട്രാ സ്മോൾ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോൾഡർ 6 കൊടുക്കുന്നതും ആം ഹോളും 6 കൊടുക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 6ൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ഷോൾഡർ 6 കൊടുത്ത് ആം ഹോളും 6 കൊടുത്തു. പക്ഷെ നമുക്ക് 6 കൊടുത്തെങ്കിലും അവിടെ ചെറിയൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 6 കൊടുത്തത്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ ഷേപ്പ് ഇറക്കം 11.5 പിന്നെ സ്ലിറ്റിൻ്റെ ഇറക്കം 18 കൊടുത്തത്. എന്നിട്ട് നമ്മുടെ വണ്ണം കൊടുത്തത് 8.5 കൊടുത്തത്. 8.5 കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വണ്ണം എത്രയാണോ അതിന് 4 ഭാഗിച്ച് ലൂസും തയ്യൽ തുമ്പും കൊടുത്തതിന് ശേഷം പ്ലസ് ലൂസും കൊടുക്കുക. ഞാൻ 2 ഇഞ്ച് ലൂസാണ് എപ്പോഴും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷേപ്പ് ഇറക്കവും മാർക്ക് ചെയ്യുക. ഷേപ്പ് വണ്ണം അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ്. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെയും നിങ്ങളുടെ വണ്ണം മാർക്ക് ചെയ്തിട്ട് ലൂസും കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ വണ്ണം എത്രയാണോ ഫുള്ളായിട്ട് കൊടുത്തതെന്ന് ഞാൻ ജസ്റ്റ് നോക്കി 11 കൊടുത്തത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് സ്ലിറ്റ് അവസാനിക്കുന്നതിൻ്റെ അവിടെയായിട്ട് ഞാൻ സാധാരണ 1 ഇഞ്ച് കൂടുതൽ, അപ്പം മേളിൽ 11 കൊടുത്തെങ്കിൽ ഇതാ ഇവിടെ 12 കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതായത് ഇച്ചിരി സ്ലിറ്റ് ഇങ്ങനെ തുറന്ന് പോണ്ട, ഇച്ചിരി അടഞ്ഞ് കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് 12 എന്ന് പറയുന്നത് 1 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നാലും നോർമലി ഒരു 1 ഇഞ്ച് അധികം കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. തോനെ ആയാലും വൃത്തിയിടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6 താഴോട്ട് ആം ഹോൾ മാർക്ക് ചെയ്തെന്ന്, അവിടുന്ന് ആ മേൽ പോർഷനിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മാത്രം ഞാനൊരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്തു. കാരണം വെച്ചാൽ സ്ലീവ്ലെസ് ടോപ്പ് ആവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇറക്കമാണ്, ഇപ്പോൾ ഫ്രണ്ട് ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ നെക്ക് വിത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ 2.25 ഇഞ്ചാണ് അകലം കൊടുത്തു. ബാക്കും ഫ്രണ്ടും കസ്റ്റമർ സ്ക്വയർ നെക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ക്വയർ നെക്ക് നമുക്ക് ഓൾറെഡി നല്ല രീതിയിൽ വൈഡായി പോകും. അതുകൊണ്ട് അതനുസരിച്ച് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ടും ആം കോൾ കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ വരയ്ക്കാൻ പാടുള്ളവർക്ക് ഇതുപോലെ ഒരു സ്കെയിൽ വാങ്ങി വെക്കാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് നാളായുള്ളൂ അത് വാങ്ങിയിട്ട്, പക്ഷേ എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. സാധാരണ കൈകൊണ്ട് പെട്ടെന്നൊക്കെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പക്ഷേ ഇതങ്ങ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുകയെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ എന്നിട്ട് നമ്മൾ നെഞ്ച് വണ്ണവും ഷേപ്പ് വണ്ണവും സ്ലിറ്റ് വണ്ണവും ഒക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, തയ്യൽ തുമ്പ് വെക്കുക, അതെല്ലാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലിറ്റ് വണ്ണത്തിൻ്റെ അടുത്തുനിന്ന് താഴോട്ട് നമ്മൾ നേരെ താഴെ മാർക്ക് ചെയ്ത് ആ ജോയിൻറ്റിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും താഴത്തെ സൈഡ് വല്ലതും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത്. ലൈനിങ് ആണ്, മെയിൻ തുണിയല്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കറക്ഷൻ ചെയ്യുക. നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഈ ഒരു മെയിൻ മെറ്റീരിയൽ, ഈ ലൈനിങ് വെച്ചിട്ടാണ് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയിട്ട്, മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ കാരണം എന്ന് വെച്ചാൽ നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. സ്ക്വയറിനൊക്കെ ഒന്നാമത്തെ കാര്യം നല്ല വൈഡാണ്, ആൾക്ക് വണ്ണവും കുറവാണ്, പക്ഷേ വൈഡ് നെക്കുമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ബിഗിനേഴ്സിനാണ് ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ഒക്കെ നല്ല രീതിയിൽ അറിയാവുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയേക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും നല്ല വ്യത്യാസം കാണും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ കുറച്ചും കൂടി ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ മെയിൻ തുണി അതിൻ്റെ പുറത്തിട്ടതായി ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്ലെസ് ആവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് പോയൊരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാക്ക് വശത്ത് കെട്ടാനായിട്ട് വള്ളി കൊടുക്കുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു കട്ട് പീസ് അങ്ങ് എടുത്തതേ ഉള്ളേ. അപ്പോൾ നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ആദ്യം എടുത്തത്. ബാക്കും ഫ്രണ്ടും സ്ക്വയർ ആവുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ അതുകൊണ്ട് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് കൈക്കുഴിയും നെക്കും ഒക്കെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോർജറ്റ് മെറ്റീരിയൽ ആവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. സ്ലീവ്ലെസ് ആവുന്നതുകൊണ്ട് മാത്രമാണ്, അതായത്
കറക്റ്റായിട്ട് രണ്ട് സൈഡും ഒരേ കണക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഇഞ്ച് വെച്ചിട്ട് കൈക്കുഴിയും നെക്ക് പോർഷനും എല്ലാം അതേപോലെ തന്നെ ചോക്കിൽ വെച്ചിട്ട് ഏകദേശം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കാരണം വെച്ചാൽ നമുക്ക് സ്ലീവ്ലെസ് ആവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു രീതിയിൽ നമ്മളിപ്പോൾ 4 ഇഞ്ച് എന്ന് പറയുന്ന ഒരു അര ഇഞ്ചോ അങ്ങനെ ഒരു സ്ഥലത്ത് 4 ഇഞ്ചും ഒരു സ്ഥലത്ത് അര ഇഞ്ചോ ഒക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് നമ്മൾ കൈയൊന്നും പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഒന്നും കൈക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഈ ഒറ്റ അടിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നെക്ക് നമ്മൾ എങ്ങനെയാണോ ഫിനിഷ് ചെയ്യുന്നത്, കുഞ്ഞു തയ്ക്കുന്നവർക്ക് അറിയാം, കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കൊക്കെ അടിക്കുമ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കൊക്കെ അടിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെയാണ് ഇതിനകത്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അതായത് നെക്ക് അടിക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നെക്ക് ഫുള്ളായിട്ട് ഒരു 4 ഇഞ്ച് വിട്ട് ഫിനിഷ് ചെയ്തടിക്കുക. അതുപോലെ തന്നെ രണ്ട് സൈഡിലെയും ആം ഹോളും അടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് സ്ലീവ്ലെസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് സ്ലീവ്ലെസ് ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്ന സ്ലീവ്ലെസ് ആണെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അല്ലാത്തതിനാണെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിച്ച് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ട് ജസ്റ്റ് തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല വശത്തോട്ട് തിരിക്കുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും ഒക്കെ തയ്യൽ വീഴാതിരിക്കുകയോ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് കട്ടായി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മെനക്കേടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്താലും സ്ലീവ് സ്റ്റിച്ച് ചെയ്താലും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ സ്ക്വയർ നെക്ക് ആവുന്നുണ്ട് കോർണർ പോർഷനിലെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് സ്ലീവിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിടണം കേട്ടോ. തിരിച്ചിടുന്നത് കാണിച്ചു തരാം. അതായത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലൈനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിലോട്ട് കൈ കയറ്റിയിട്ട്, ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല വശം കിട്ടും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പതിച്ചടിക്കാം. പതിച്ചടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് ഷോൾഡർ കൂടി ജോയിൻറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പതിച്ചടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഷോൾഡറും കൂടി ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് രണ്ടും പതിച്ചടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷനും ചെയ്യാം. ബാക്ക് പോർഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബാക്കിൽ ഒരു 2 കുഞ്ഞ് വള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കട്ടായി പോയൊരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു നീളത്തിലൊരു പീസാണ്, അളവൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ആ കെട്ടിന് അതായത് വീതി വേണം, അത് ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, വള്ളിക്ക് എത്ര നീളം വേണം. ഇതിപ്പോൾ നീളത്തിലൊരു തുണി ആവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എടുത്ത് ഈ ഒറ്റ പീസ് എടുത്തിട്ട് ഒരു വള്ളി ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം അത് 2 പീസാക്കിയിട്ടാണ് ഞാൻ ബാക്കിലേക്ക് 2 വള്ളിയായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്ത് തീരുമ്പോഴത്തേന് നമുക്ക് ആ അറ്റത്തൂടെ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് ഈ വള്ളി എടുക്കുന്നതെങ്കിൽ നമുക്ക് വളഞ്ഞൊക്കെ പോകും, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ ഇത്രയും വീതിയിൽ തുണി കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരത്തില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വള്ളിക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തൊട്ടടുത്തൂടെ തയ്യൽ തുമ്പ് ഒരു ശകലം വിട്ടതിന് ശേഷം മാത്രം ഇതായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ ഡബിൾ സ്റ്റിച്ച് ആ സമയത്ത് കൊടുത്തില്ല. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി എവിടെയെങ്കിലുമൊക്കെ ഒരു വളവും തിരിവും ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു പൈപ്പിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ശ്രദ്ധയോടെ ഒന്നും കൂടി ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്ക് ഇത് തിരിച്ചിടാനായിട്ട്. നമ്മൾ സാധാരണ പിന്നൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ തിരിച്ചിടുന്നത്. പിന്നൊക്കെ ഇട്ട് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കുഞ്ഞു പൈപ്പിംഗ് ഒന്നും തിരിച്ചിടാൻ പറ്റത്തില്ല. ഈർക്കിലൊക്കെയാണ് ഞാൻ മുമ്പ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഈ കുറച്ച് നാളെ ആയുള്ളൂ ഞാൻ ഇതുപോലൊരു ടൂൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം ഇതുണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പത്തിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ആവുന്നതുകൊണ്ട് ഇതെല്ലാം കൂടി കാണിച്ച് ഓൾറെഡി നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് നീട്ടി ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ലൈനിങ്ങിൻ്റെ ഉള്ളിലോട്ടാണ് വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാനൊരു 1.5 ഇഞ്ച് താഴോട്ടാണ് വെക്കുന്നത്. മേളിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പോവും. പിന്നെ കറക്റ്റ് ഒരു 1 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് നിൽക്കും കേട്ടോ. ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ തയ്യൽ തുമ്പെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചിട്ടാൽ മതി. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുന്നത്, ഞാൻ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുവാണ് ഷോൾഡർ കറക്റ്റ് ആണോ എന്നറിയാൻ. വേറെ ഒന്നുമല്ല, ഇത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഷോൾഡറും സെയിം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല, ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കായിട്ട് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം
ശേഷം മാത്രമേ ഇതുപോലെ നല്ല വശം ഉള്ളിലോട്ട് കയറ്റി വെച്ച്, അതായത് ബാക്ക് പോർഷൻ തിരിച്ചിടരുത്, ബാക്ക് പോർഷൻ തയ്ച്ച് അതുപോലെ തന്നെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് നല്ല വശമില്ല അതിങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. 2 കോർണറും കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്തി വെക്കാം കേട്ടോ. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് 2 ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2 ഷോൾഡറിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇതുപോലെയാണ് ഷോൾഡർ അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടുന്ന. ആ കെട്ടുമൊക്കെ കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും കൈക്കുഴിയും എല്ലാം നമുക്ക് പതിച്ചടിക്കുമ്പോഴത്തേന് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എന്തോന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രണ്ട് പോർഷനിൽ 2 സ്റ്റിച്ച് കൊടുക്കും. ഫ്രണ്ട് നെക്കിൽ 2 സ്റ്റിച്ചും ബാക്ക് നെക്കിൽ ഒറ്റ സ്റ്റിച്ചും കൊടുത്തിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് പതിച്ചടിക്കാമെങ്കിൽ അടിപൊളിയായിട്ട് സ്ലീവ്ലെസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കെട്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഷോൾഡറും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള 2 ടൈപ്പ് ലേസാണ് നമുക്ക് കസ്റ്റമർ വാങ്ങി തന്ന, വീതി ഉള്ളതും വീതി കുറഞ്ഞതും കേട്ടോ. അത് ഷോളിലും ടോപ്പിലും വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീതി കുറഞ്ഞ ലേസാണ് നമ്മൾ നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന, സ്ലീവിലല്ല സ്ലിറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് പോർഷനിലോട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് നെക്ക് പോർഷനിൽ വെക്കുമ്പോൾ വൃത്തിയുടെ ആവാത്ത രീതിയിൽ വേണം ഫിനിഷ് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ലോക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയതാണ്, ലേസിൻ്റെ കാര്യം എനിക്കങ്ങ് വിട്ടുപോയിട്ടോ. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് തീർന്നപ്പോഴാണ് ഓർത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒരു ലോക്ക് ഇട്ടതിന് ശേഷമാണ് ഇതുപോലെ നമ്മൾ പിന്നെ തിരിച്ച് മുമ്പിലോട്ട് ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അവിടെ വെച്ചടിച്ച കണക്ക് നമുക്ക് തോന്നത്തുമില്ല. അതായത് ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ആ സ്ക്വയർ ഷേപ്പിൽ അതായത് ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീരുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഇച്ചിരി നീളത്തി ലേസ് നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ലേസ് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്ത് അതുപോലെ തന്നെ എൻഡിങ്ങിൽ നമുക്ക് കിട്ടും. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ലേസ് വെച്ച കണക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചതേ ഉള്ളൂ. സാധാരണ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് വെക്കുന്നത്. ഇന്ന് എനിക്ക് മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് തൽക്കാലം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യണം. അതായത് വിരിച്ചിട്ടിട്ട് ഞാൻ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വണ്ണം മാർക്ക് ചെയ്യുക. നിങ്ങളുടെ വണ്ണം എത്രയാണോ അതിൻ്റെ 4/1. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്, ഞാൻ 2 തയ്യൽ തുമ്പ് കൊടുക്കുന്നത്, അതനുസരിച്ച് കൊടുക്കുക. പിന്നെ ഷേപ്പ് ഇറക്കം 11.5, ഷേപ്പ് വണ്ണം 7.75 അല്ല 7.25 + 2 ഇഞ്ച്, സ്ലിറ്റ് ഇറക്കം 18, സ്ലിറ്റിൻ്റെ വണ്ണം 8.75 പ്ലസും തയ്യൽ തുമ്പും കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ജസ്റ്റ് അടിക്കുക. അതായത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടത്തൂടെ എല്ലാം ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നടുക്ക് സെൻറ്റർ പോർഷനിൽ ടക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അടിക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെയും മേളിലോട്ട് പോയിട്ട് നമ്മൾ സാധാരണ സ്ലിറ്റ് എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ അടിക്കണം കേട്ടോ. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കിങ്ങിലൂടെ ഫുള്ള് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നമ്മൾ ഫൈനലി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ലോങ് ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതൊന്നും മാർക്ക് ചെയ്തതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒന്നും കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ നെക്ക് പോർഷനിൽ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ലേസും കൂടി സ്ലിറ്റ് അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ നെക്കിൽ നമ്മൾ എങ്ങനെയാണോ ലേസ് വെച്ചത് അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം വെച്ചാൽ മതി എന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 2 സൈഡിലെയും സ്ലിറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ആ കുഞ്ഞ് ലേസ് നെക്കി വെച്ച അതേ ലേസ് വെച്ച് നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബാക്കിലത്തെ ആ വള്ളിയുടെ എൻഡിലും നമ്മൾ ഷോളിൽ കൊടുത്തിരിക്കുന്ന ലേസ് വെച്ചിട്ടാണ് ഇതുപോലൊരു കുഞ്ഞു ഡോറി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മാച്ചായിട്ട് കസ്റ്റമർ പറഞ്ഞ പ്രകാരം, അതായത് ഈ ടോപ്പിന് മാച്ചായിട്ട് നമ്മളൊരു ഷോളും കൂടി അതേ മെറ്റീരിയലിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് ആ വലിയ ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ എനിക്കറിയാവുന്ന രീതിയിൽ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് വന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.